അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷിൻ്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ ഇന്നലെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ പിടിച്ചെടുത്തുവെന്നും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നുമുള്ള വാർത്തകളാണ് വന്നത്. കണ്ണൂർ വിഷനടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പി.കെ. രാഗേഷിന് എന്താണ് പറയാനുള്ളത്? ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. എന്താണ് ഈ റെയ്ഡിൽ നടന്നത്? എന്തിനാണ് ഈ റെയ്ഡ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ റെയ്ഡിനെ സംബന്ധിച്ച് പറയാനുള്ളത്, രാഷ്ട്രീയപരമായ എന്നെ വ്യക്തിപരമായും തേജോവധം ചെയ്യുകയും പൊതുജനമധ്യത്തിൽ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ചേട്ടൻ ബാബയും അനിയൻ ബാബയും നടത്തുന്നൊരു ഡ്രാമയാണിത്. ചേട്ടൻ ബാബ കണ്ണൂരിലെ CPM, അനിയൻ ബാബ കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഒരു ഗൂഢാലോചന സംഘമുണ്ട്. ഞാൻ എന്നും പറയുന്ന ഒരു കോക്കസ് ഗ്രൂപ്പുണ്ട്. ഇവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇതൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ 7 വർഷം മുമ്പ് ഇതേ പരാതി 7 വർഷം മുമ്പ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. ആ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഈ അന്വേഷണം അവിടെ നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ എന്നെ വരുതിയിലാക്കാൻ, അല്ലെങ്കിൽ എന്നെ വലവീശി പിടിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ സ്വതന്ത്രമായ പ്രവർത്തനത്തെ താറടിച്ച് കാണിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം ഈ ബന്ധപ്പെട്ടവർ ഇത് ചെയ്യുന്നത്. പക്ഷേ ഏതറ്റം വരെ പോയാലും എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ല. കാരണം 2000 മുതലാണ് ഞാൻ ജനപ്രതിനിധിയായത്. കഴിഞ്ഞ 5 ടേമായി ഞാൻ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഫയൽ ചെയ്യുന്ന എൻ്റെ ആസ്തി ബാധ്യത കണക്കിനപ്പുറത്ത് 1 രൂപയുടെ അധിക സമ്പാദ്യമോ അല്ലെങ്കിൽ 1 രൂപ കള്ളക്കണക്കായി എഴുതിയിട്ടുണ്ടോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറയണം. നിങ്ങളെപ്പോലുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ നോമിനേഷൻ പേപ്പറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഡാറ്റകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോ 2 വർഷം കൂടുമ്പോഴും ഞാൻ ലോകായുക്തയിൽ ഫയൽ ചെയ്യുന്ന എൻ്റെ ഡാറ്റകളുണ്ട്. ആ ഡാറ്റകൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും അവർക്ക് കണ്ടെടുക്കാൻ സാധിച്ചോ? പിന്നെ ഇന്നലെ നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നൊക്കെയാണ്. ഞാൻ ഇന്ന് കാലത്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ വിഡ്രോ ചെയ്തു. ഓൺലൈനായാലും ട്രാൻസ്ഫർ ചെയ്തു, ഞാൻ പേഴ്സണലായും പൈസ എടുത്തു. അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഇല്ലാത്ത സംഭവങ്ങളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നതും കാര്യങ്ങൾ നടക്കുന്നതും. അതോടൊപ്പം തന്നെ ഇന്നലെ എൻ്റെ കുറേ രേഖകൾ കൊണ്ടുപോയി എന്ന് പറയുന്നത്. എന്താണ് രേഖകൾ കൊണ്ടുപോയത്? എൻ്റെ വീട്ടിൽ ചട്ടി വാങ്ങിയതിൻ്റെ ബില്ല്, എൻ്റെ വീട്ടിൽ കക്കൂസിൻ്റെ നമ്മൾ ക്ലോസറ്റ് വാങ്ങിയതിൻ്റെ ബില്ല്, അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് ടൈല് വാങ്ങിയതിൻ്റെ ബില്ല്, വീട്ടിലെ ചട്ടി കലം, ഇത്തരം സാധനങ്ങളുടെ കുറേ ബില്ലുകൾ, പിന്നെ എൻ്റെ കാലാകാലങ്ങളിൽ ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്ന നികുതി റെസീറ്റുകൾ, പിന്നെ ഞാൻ ഫയൽ ചെയ്തിരിക്കുന്ന എൻ്റെ രേഖകളുടെ എല്ലാ കോപ്പിയും അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു 5-10 FD റെസീറ്റ്, എൻ്റെ മക്കളുടെ പേരെയും ഭാര്യയുടെ പേരിലുമുള്ള 5-10 FD റെസീറ്റുകളുടെ കോപ്പി. ഇതൊക്കെയാണ് 69 രേഖകൾ എന്ന് പറയുന്നത്. പിന്നെ ചില ആളുകൾ അവരുടേതായ ആവശ്യത്തിന് കൊണ്ടുവരുന്ന രേഖയുടെ കോപ്പികൾ, അതായത് തരം മാറ്റൽ, അതുപോലെ തന്നെ ശുപാർശയുമായി അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ കിട്ടേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും ഞാൻ മധ്യസ്ഥം വഹിച്ച് ഞാൻ മധ്യസ്ഥ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില രേഖകൾ, ഇതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നും തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുവാനോ കൊണ്ടുപോകാനോ സാധിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയുടെ കഴുത്തിലണിഞ്ഞ നമ്മളെ താലിമാല പോലും ഊരിയെടുക്കാൻ അതിലൊരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു. ഒരു കാരണവശാലും ഊരാൻ സാധിക്കില്ല എന്ന് പറയുകയും അത് അയാൾക്ക് തൊടാൻ കൊടുക്കുകയും ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ നമ്മളെ ഹിന്ദു സംസ്കാരം അനുസരിച്ച് ഞാൻ കെട്ടിയ താലി ഊരാൻ ഒരു ഉദ്യോഗസ്ഥൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഏത് ആക്ടിലും പറഞ്ഞിരിക്കുന്നത് താലി തൊടാൻ പാടില്ല. ഏത് വീട്ടിൽ പോയാലും ഏത് റെയ്ഡ് നടത്തുമ്പോൾ അത് തൊടാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുപോലും ചെയ്യണമെങ്കിൽ ഇവരെ പറഞ്ഞയക്കുന്നവരുടെ ദുരുദ്ദേശം എന്താണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാവും. ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നത് തെറ്റാണ്. തീർച്ചയായും നിങ്ങളെ ഞാൻ കാണിച്ചു, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ വിഡ്രോ ചെയ്ത സ്ക്രീൻഷോട്ടും കാണിച്ചു തന്നു. 1000 രൂപ ഞാനിതാ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചിരുതാ. 100 രൂപയുടെ 10 നോട്ടുകൾ ഞാനിപ്പോൾ ഇതാ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത പണമാണ്. പിന്നെ ഏത് അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തത്? എനിക്കിപ്പം ലൈവായി നിൽക്കുന്ന ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ആ അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ തുക പിൻവലിച്ചിരിക്കുന്നത്. പിന്നെ ഏത് അക്കൗണ്ടിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ആരോപണം, അതോടൊപ്പം തന്നെ ഒരു ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് പരാതിയിൽ ഉള്ളത്. ഇതിലൊക്കെ വസ്തുതയുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റുമായി ഒരു പരാതി, സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു രേഖ പോലും ഇന്നലെ അവർ എടുത്തിട്ടില്ല. സൂപ്പർ മാർക്കറ്റിൻ്റെ 1000കണക്കിന് രേഖകൾ എൻ്റെ കൈവശവും എൻ്റെ കസ്റ്റഡിയിലും ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചപ്പോൾ അതൊന്നും വേണ്ട എന്നാണ് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു രേഖ
അവർക്ക് ഇന്നലെ എടുക്കാൻ പറ്റുമോ? എടുത്തിട്ടില്ലല്ലോ. എന്തുകൊണ്ട് എടുത്തിട്ടില്ല? അതിൻ്റെ അകത്ത് അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ 20 പേര് ചേർന്ന് 5 ലക്ഷം രൂപ മുതൽ മുടക്കോടുകൂടി 1 കോടിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ROC അതായത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന വർഷാവർഷം അതിൻ്റെ അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കമ്പനി നിയമപ്രകാരം അതുപോലെ തന്നെ ഇൻകം ടാക്സിന് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതിനെതിരെ എന്ത് ആരോപണമാണ്? ഒരു ആരോപണവുമില്ല. ആരോപണം ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലാറ്റ് കഴിഞ്ഞ 2016 ഞാൻ വാങ്ങിച്ച ഫ്ലാറ്റാണ്. അതിന് ലോൺ ഉണ്ടായിരുന്നു, ലോൺ അടച്ചു തീർന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവിടെ പോയി പരിശോധിച്ചു. അവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ രേഖ എനിക്ക് ഇന്നലെ എഴുതി തന്നിട്ടുണ്ട് അവർ. പിന്നെ എന്ത് അഴിമതിയാണ് ഇവർ പറയുന്നത്? അഴിമതി എന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് PK രാഗേഷിനെ തകർക്കാൻ, PK രാഗേഷിനെ തേജോവധം ചെയ്യാൻ, രാഷ്ട്രീയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമോ എന്ന് ഇടതിനും വലതിനും കൂടി നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമായ ഇതിനെ ഞാൻ കാണുന്നുള്ളൂ. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് അത് ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ പോകും. ഒരു സംശയമുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തീരുമാനമൊന്നുമല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ. കോൺഗ്രസിൻ്റെ അകത്തുള്ള ചില ഗൂഢശക്തികൾ എന്നുവെച്ചാൽ കണ്ണൂരിൽ അഴിമതി ആരോപണത്തിൻ്റെ എന്താ പറയണ്ടേ ഏറ്റവും വലിയ അപ്പോലസ്ഥന്മാരാണ് ഇതിൻ്റെ പുറകിൽ. നിങ്ങൾക്കറിയാം ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ആരോപണം 2 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ STP കഴിഞ്ഞ 1 വർഷമായി പ്രവർത്തിക്കുന്നില്ല. പയ്യാമ്പലം ശ്മശാനത്ത് നടത്തി ഇതിനൊക്കെ എതിരെ ഞാൻ ചില പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ലഭിക്കുമോ എന്ന് പരിശോധിക്കാനാണ് അവർ ഇന്നലെ വന്നതിൻ്റെ മറ്റൊരു വശം. വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ കിട്ടിയാൽ അത് കൊണ്ടുപോയാൽ പിന്നീട് ഈ കേസ് തേച്ച് മാച്ച് കഴിയാൻ സാധിക്കുമോ എന്ന പരിശോധനയും കൊണ്ട്. പക്ഷേ അതവർക്ക് സാധിച്ചിട്ടില്ല. ഇന്നലെ അത്തരം ഒരു രേഖകളും അവർക്ക് കൊടുത്തിട്ടില്ല. കൊടുക്കണമെങ്കിൽ രേഖാമൂലം എഴുതി തരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ രേഖകളൊന്നും തൊട്ടില്ല. എന്ന് വെച്ചാൽ അവർ 10-30 ആൾ വന്നൊരു ഭീകരാവസ്ഥ സൃഷ്ടിച്ച് വീട്ടിൻ്റെ അകത്ത് കയറി എല്ലാം വാരിക്കൊണ്ടുപോകാമെന്നാണ് ധരിച്ചത്. പക്ഷേ അവരകത്ത് കയറുന്നവരെ വളരെ കൃത്യമായി പരിശോധിച്ച് 5 പേര് അവർ കയറുന്നുണ്ട്, 5 പേര് ഞങ്ങൾ ആളുകളും അതുവരെ കൂടെ നിൽക്കണം, അല്ലാതെ പരിശോധന പാടില്ല എന്ന് വളരെ കർക്കശമായി പറയാനും അതുവഴി നിയമത്തിൻ്റെ സാധുത ഉപയോഗിച്ചത് ചെയ്തതുകൊണ്ട് തന്നെ അവർക്കൊന്നും തന്നെ വാരിപ്പൊത്തി കൊണ്ടുപോകാൻ സാധിച്ചു. അവർ വന്ന ഉദ്ദേശം തന്നെ അവരെൻ്റെ ഫോൺ സീസ് ചെയ്തു. എന്തിനു വേണ്ടിയാണ് സീസ് ചെയ്തത്? ഞാനെന്ത് ഭീകരനാണോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്രിമിനൽ കേസ് പ്രതിയാണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ കേസുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി എന്തെങ്കിലും ഞാൻ നേട്ടമുണ്ടാക്കുന്ന ഒരാളാണോ? അങ്ങനെ എന്തെങ്കിലും ക്ലൂ കിട്ടിയാണ് അവർ വന്നത്. എൻ്റെ വരുമാനം സോഴ്സ് അളക്കുന്നതിന് വേണ്ടിയാണ്. അത് ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുണ്ട്, എല്ലാ കൊല്ലവും കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്. രാഷ്ട്രീയം അതോടൊപ്പം നമ്മളുടെ ശത്രുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി വന്നതാണ്. ഈ കേസ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കേസ് എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? കേസ് നിയമപരമായി ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ എൻ്റെ ജീവിതത്തിലൊരു കേസ്. വിജിലൻസ് കേസ് ആദ്യമായിട്ടായിരിക്കില്ലേ? വിജിലൻസ് കേസ് ആദ്യമായിട്ടാണ്. വിജിലൻസ് കേസിന് അങ്ങോട്ട് നമ്മൾ കൊടുത്ത ഒരുപാട് പരാതികളുണ്ട്. വിജിലൻസ് കേസ് മുമ്പും വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള 94 ബാച്ചുകാർ കണ്ണൂർ ജില്ലാ ബാങ്കിൽ 1994 നവംബർ 24 കയറിയ അന്ന് മുതൽ വിജിലൻസ് കേസ് നേരിട്ട ഒരാളാണ് ഞങ്ങളൊക്കെ അഴിമതിയിലൂടെയാണ് ഈ ജോലിക്ക് കയറിയത് എന്ന് പറഞ്ഞ ആ വിജിലൻസ് കേസ് ജയിച്ചു. ഇപ്പോൾ ഹൈക്കോടതി എന്ന് വെച്ചാൽ ആ കേസ് വിജിലൻസ് കോടതിയിൽ അവർ പരാജയപ്പെട്ടു, പരാതി കൊടുത്തവർ പരാജയപ്പെട്ടു. ഇപ്പോൾ ഹൈക്കോടതിയിൽ ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 30 വർഷമായി സർവീസിൽ നിലനിൽക്കുന്ന എനിക്കെതിരെ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള 134 പേർക്കെതിരെ ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ നടത്തിയ നമ്മളെ മുൻ പരിചയം കൊണ്ട് തന്നെ അതോടൊപ്പം മറ്റ് എല്ലാവിധ കേസുകളും നടത്തിയ അതേ ലൈനിൽ തന്നെ ഈ കേസിനെ നിയമപരമായി പോരാടും. അനധികൃതമായി ഒരു സമ്പാദ്യവും താങ്കൾക്കില്ല? ജീവിതത്തിൽ ഒരിക്കലും സമ്പാദിച്ചിട്ടില്ല. അങ്ങനെ അവർ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളൊക്കെ തന്നെ PK രാഗേഷ് തള്ളുകയാണ്. തൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ല, അതോടൊപ്പം തന്നെ രേഖകൾ കൊണ്ടുപോയി എന്ന് പറയുന്നത് ചില ചട്ടി വാങ്ങിയതിൻ്റെയും മറ്റും ബില്ലുകൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ കേസിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും PK രാഗേഷ് വ്യക്തമാക്കുന്നുണ്ട്. കേസ് കാട്ടി ഭയപ്പെടുത്തേണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തായാലും നിയമ പോരാട്ടം തുടരുമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ PK രാഗേഷ് വ്യക്തമാക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.